ഇവള് പോയിട്ട് വന്നപ്പോഴത്തേക്ക് സംഗതി ഇവിടെ കാണാനില്ല. നീ പറ, നീ ആരെങ്കിലും കണ്ട? ഇവിടെ വേറെ ആര് വരാനായിട്ട്? അമൽ സാറ് വന്ന് എനിക്ക് ഇവക്ക് ഓരോ പണി എന്നിട്ട് സാർ അപ്പൊ തന്നെ പോയി. ഞാൻ ക്യാൻറ്റീനിൽ പോകുന്ന നേരത്ത് ടോം പറഞ്ഞ പോലെ ഹാർഡ് ഡിസ്ക് ഇവിടെ വെച്ചിട്ടാണ് പോയത്. എടി, ഞങ്ങൾ പോകുന്ന നേരത്ത് ആ ക്രിസ്റ്റീനാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നോ? അവൾ ഈ ഭാവത്തോട്ട് വന്നില്ലെന്ന്. അമൽ സാർ അങ്ങനെ കൊണ്ടുപോയോടി? അയാൾക്ക് ഇത് കിട്ടിയിട്ട് എന്തോന്ന് ചെയ്യാ? നീ എന്തോന്ന് പറയണ? സംഗതി ഇത് എവിടെ പോയി? നീ ഒന്ന് ശരിക്കും ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയ. നീ ആ കബോർഡിനകത്തോ ബാഗിനകത്തോ എവിടെങ്കിലും ഒക്കെ വെച്ചിട്ടുണ്ടോന്ന്? എന്റെ പൊന്നടി, ഇല്ല. ഇവിടെ വെച്ചിട്ട് ടോമും കണ്ടതല്ലേ. നീ ഒന്നുകൂടെ ആലോചിച്ച് നോക്കി, എവിടെയെങ്കിലും മാറ്റി വെച്ചാൽ. എത്ര ആലോചിച്ചിട്ട് എന്തോന്ന് കാര്യം? ചെയ്തൊരു കാര്യം നമുക്ക് അറിഞ്ഞൂടി. എന്തായാലും പുറത്തുനിന്ന് ഒരാൾ വരാനില്ല. ആകെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി എന്ന് അങ്ങനെയും പറഞ്ഞു വിട്ടു. ഇല്ലല്ലേ? ഇല്ല, നോക്കി. അല്ലെങ്കിലും ഇവിടെ ഇരിക്കുന്ന സാധനം എങ്ങനെ ക്യാൻറ്റീനിൽ കാണാൻ? അതല്ലേ ഇനിയിപ്പോ എന്തോ ചെയ്യും ടോമേ? ടെൻഷൻ അടിക്കാതെ വഴി ഉണ്ടാക്കാം. ടെൻഷൻ അടിക്കാന്ന് പറഞ്ഞാൽ അയാൾക്ക് 2 ദിവസത്തിനകത്ത് ഫയൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ആ കാണാൻ പോയി ഹാർഡ് ഡിസ്കും കൊടുക്കണം. എന്നെ കൊണ്ട് പറ്റും തോന്നില്ല. എനിക്ക് ആലോചിച്ചിട്ട് തല പൊട്ടി പോകുന്നു. അല്ല, ഈ ഹാർഡ് ഡിസ്ക് പോയതുകൊണ്ട് മിസ്സായതുകൊണ്ട് ഓരോരുത്തരും ഉത്തരവാദിത്തല്ലേ, കണ്ടുപിടിക്കട്ടെ. മതി സർ, ഇനി ജെസ്സിനെ ഒന്നും പറയണ്ട. അത് ജെസ്സി സൗകര്യം പോലെ തിരഞ്ഞെടുത്തോളൂ. അല്ല ജെസ്സി? എല്ലാരും ഒരു കാര്യം പറയണം. നമ്മുടെ ക്രിസ്റ്റ്യനെ തൽക്കാലം ലീവ് എടുത്ത് പോകാൻ പോകണം കേട്ടോ. എന്തൊരു സാർ പെട്ടെന്ന്? അല്ല, ഒന്നുമില്ല. മുംബൈ കമ്പനിയിൽ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ പപ്പയുടെ കൂടെ കുറച്ച് ദിവസം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അല്ല, ക്രിസ്റ്റീന പെട്ടെന്ന് പോകുന്നെന്ന് പറഞ്ഞപ്പോ ഒരു പേടിക്കൊന്നും വേണ്ട. ഞാൻ പോയിട്ട് തിരിച്ചു വരും. കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ തുടങ്ങി വെച്ചിട്ടല്ലേ പോകുന്നത്. വന്നാലല്ലേ എനിക്ക് തീർക്കാൻ പറ്റും. അല്ലേ ടോമേ? എന്തായാലും ഇത്രയും നാളെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നതിന് താങ്ക്സ് കേട്ടോ. അയ്യോ, താങ്ക്സ് പറയേണ്ടത് ഞാനല്ലേ. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങളും മെമ്മറീസും ഒക്കെ തന്നതല്ലേ. എന്തായാലും അതിന് നന്ദി ഞാൻ എന്തായാലും തിരിച്ചു കാണിക്കാൻ വരും. അത് പേടിക്കണ്ട, അല്ലെങ്കിൽ ആ നന്ദി ഞാൻ കാണിച്ചോളാം. ടോമേ, കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയോ കുറെ പറയാനും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും പറയാൻ വരുന്നില്ല. പോയിട്ട് വരും. പിന്നെ മമ്മിയോടും പപ്പയോടും പറയണം എനിക്ക് പോയിട്ട് വന്നിട്ട് അവരെ ഒന്ന് കാണണമെന്ന്. എന്നിട്ട് വേണ്ട നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. നിങ്ങളൊരു ബോസ് മാത്രമല്ല, ഒരു നല്ല ഫ്രണ്ടും കൂടിയാണ്. ഒരു നല്ലൊരു ഫ്രണ്ടിനെ എന്തായാലും മിസ് ചെയ്യും. പോട്ടെ ജെസ്സി, ഇപ്പോഴുള്ള സന്തോഷം എപ്പോഴും ഉണ്ടാവണം. ഞാൻ പ്രാർത്ഥിക്കാം.